വളരെ മടിയനായ ഒരു നാഗേന്ദ്രൻ്റെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കാൻ വേണ്ടി സോമൻ എന്നൊരു കൂട്ടുകാരനും. ഒരു സിറ്റുവേഷനിൽ നാഗേന്ദ്രന് പേർഷ്യയ്ക്ക് പോകണമെന്നൊരാഗ്രഹം തോന്നിയാണ്. പക്ഷേ ഇയാളുടെ പൈസയൊന്നുമില്ല. സ്ത്രീധനത്തിന് വേണ്ടി അങ്ങനെ ഇയാളൊരു കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഇയാൾക്ക് വീണ്ടും കല്യാണങ്ങൾ കഴിക്കേണ്ടി വരുന്നു. ഈ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് പോകുന്ന ഒരു വെബ് സീരീസാണ് ഹോട്ട്സ്റ്റാറിൽ ഈ ഇടയ്ക്ക് റിലീസ് ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കറാണ്. അഭിനയിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട്, പ്രശാന്ത് അലക്സാണ്ടർ, കനി കുസൃതി, ശ്വേത മേനോൻ, ഗ്രേസ് ആൻ്റണി തുടങ്ങി വലിയൊരു കാസ്റ്റിംഗ് വരുന്നൊരു സീരീസാണ്. 6 എപ്പിസോഡേ ഉള്ളൂ. ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് 1 Life 5 Wives എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത്. ഒരു സിമ്പിൾ പ്ലോട്ടാണ്. ഈ കല്യാണങ്ങളെ ബേസ് ചെയ്താണ് പോകുന്നത്. ഒരു സ്ലോ പേസിൽ പോകുന്നതാണ്. പഴയ കാലഘട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ആ ടൈമിലത്തെ വിഷ്വൽസും കാര്യങ്ങളും പഴയകാലം കാണിച്ചുകൊണ്ടുള്ളൊരു സംഭവമൊക്കെയാണ് ഇതിൽ പോയിരിക്കുന്നത്. നല്ല രസമായിട്ട് ഒരു സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. സുരാജേൻ്റെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ഈ പഴയ ഒരു പുള്ളി ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചിരിക്കുന്ന, ഈ കൂട്ടുകാരനോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള, കൂട്ടുകാരൻ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡെന്ന് പറയുന്നത് ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 2ാമത്തെ എപ്പിസോഡ്. ഗ്രേസ് ആൻ്റണിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒരു നൈസ് ഒരു ക്ലൈമാക്സ് ആണ്. നമുക്ക് ഈ 5 കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നെഗറ്റീവ് ഇതടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെയാണ് പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുമെങ്കിൽ പോലും, പക്ഷേ അതിനൊക്കെ ഒരു റീസൺ കൊടുക്കുന്നതും ഒക്കെ രസകരമായിട്ടുള്ള ക്ലൈമാക്സ് എൻഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഒരു ഇതിൽ പോകുന്നൊരു സിനിമയാണ്. കണ്ടിരിക്കാവുന്നൊരു ചെറിയ പ്ലോട്ടിൽ ഒരു 6 എപ്പിസോഡിൽ പോകുന്നൊരു 6 എപ്പിസോഡും 6 പെണ്ണുങ്ങളുടെ, ഇയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന 6 പെണ്ണുങ്ങളുടെ പേര് വെച്ചാണ് ഈ എപ്പിസോഡുകൾ പോകുന്നത് തന്നെ. ആ ഒരു രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു സീരീസായിട്ട് തോന്നി. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. കണ്ടിട്ട് അഭിപ്രായം പറയും.